ഏകമകന്റെ മരണത്തിൽ ദുഃഖിതയായി കഴിഞ്ഞ അന്റോണിയോ സൽസാനോ എന്ന അമ്മയ്ക്ക് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ ഒരു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മകന്റെ മരണം കഴിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മയെ ആശ്വസിപ്പിച്ചുകൊണ്ട് അന്ന് വിശുദ്ധൻ പറഞ്ഞത് ഇതായിരുന്നു: നിന്റെ മകൻ ഇപ്പോൾ സ്വർഗത്തിലെ ഒരു ഉന്നത സ്ഥാനത്താണ്. അവൻ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടും. പുതിയ തലമുറയിലെ വിശുദ്ധനായിരിക്കും അവൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി അപ്രത്യക്ഷനായപ്പോൾ സ്വന്തം മകൻ തന്നെ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. ഏതൊരു അമ്മയും ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ആ മകൻ അമ്മയോട് പറഞ്ഞത്. അമ്മ വിഷമിക്കരുത്, ഞാൻ അധികം വൈകാതെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കപ്പെടും, പിന്നീട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടും. കേട്ടതും കണ്ടതും സത്യമാണോ അതോ കേവലം സ്വപ്നമാണോ എന്നറിയാതെ വിഷമിക്കുന്ന മാനസികാവസ്ഥയിലൂടെയായിരുന്നു അന്ന് അന്റോണിയോ സൽസാനോ എന്ന അമ്മ കടന്നുപോയത്. പക്ഷേ മകന്റെ വാക്കുകൾ വെറുതെ ആകില്ലെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്ത് വിശുദ്ധനായി കടന്നുപോയ മകനെ ദൈവത്തിന് കാണാതിരിക്കാനാവില്ലല്ലോ. മകന്റെ വാക്കുകൾ യാഥാർത്ഥ്യമായി തീരാൻ പ്രാർത്ഥനകളോടെ കാത്തിരിക്കുമ്പോൾ മകൻ സ്വപ്നത്തിൽ നൽകിയ മറ്റൊരു വാഗ്ദാനവും പൂർത്തീകരിക്കപ്പെട്ടു. 44 വയസ്സുണ്ടായിരുന്ന അന്റോണിയോ അത്ഭുതം കണക്കെ ഗർഭം ധരിക്കുകയും ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകുകയും ചെയ്തു. അമ്മയ്ക്ക് ഇനിയും മക്കളുണ്ടാകും എന്നതായിരുന്നു സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മകൻ പറഞ്ഞ മറ്റൊരു വാക്ക്. ആ മകൻ മരിച്ച് കൃത്യം 4 വർഷം തികഞ്ഞ ദിനത്തിൽ, അതായത് 2010 ഒക്ടോബർ 12 ആ ഇരട്ട കുട്ടികളുടെ ജനനം എന്നതും എടുത്തു പറയേണ്ടതാണ്. അവരിൽ ഒരാൾ മിഷേലെ തങ്ങളുടെ സഹോദരന്റെ വിശുദ്ധ പദ പ്രഖ്യാപന ദിവസമായ 2025 സെപ്റ്റംബർ 7 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ ചടങ്ങിൽ വെച്ച് പരിശുദ്ധ ബൈബിളിലെ ലേഖന ഭാഗം വായിച്ച നിമിഷത്തിൽ അന്റോണിയോ സൽസാനയുടെ മനസ്സിലൂടെ കടന്നുപോയത് മുഴുവൻ മകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നൽകിയ വാക്കുകളും അവയുടെ പൂർത്തീകരണവും ആയിരുന്നിരിക്കാം. ഈ മകൻ മറ്റാരുമായിരുന്നില്ല, നമുക്കെല്ലാം ഏറെ പരിചിതനായ വിശുദ്ധ കാർലോ അക്യൂറ്റിസ് ആയിരുന്നു. വിശുദ്ധ പദ പ്രഖ്യാപനത്തിന് ശേഷമുള്ള കാർലോ അക്യൂറ്റിസിന്റെ ആദ്യത്തെ തിരുനാൾ ദിനം കൂടിയാണ് ഒക്ടോബർ 12 ഇന്നേ ദിനം. എന്നെ സഹായിക്കാനും എനിക്ക് വേണ്ടി മധ്യസ്ഥം യാചിക്കാനും ഞാൻ കാർലോയോട് അപേക്ഷിക്കുന്നു. ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അന്റോണിയോ സൽസാന പറഞ്ഞ വാക്കുകളാണ് ഇത്. വിശുദ്ധനായ മകനോട് മാധ്യസ്ഥം യാചിക്കാൻ നിലവിൽ ഇത്തരമൊരു ഭാഗ്യം ലഭിച്ച മറ്റൊരു അമ്മയും ഈ ലോകത്തിൽ ഇപ്പോൾ ഇല്ല എന്നത് തന്നെയാണ് സത്യം. ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ മാതാപിതാക്കളായ ആൻഡ്രിയ അക്യൂറ്റിസിന്റെയും അന്റോണിയോ സൽസാന അക്യൂറ്റിസിന്റെയും ഏക മകനായിട്ടായിരുന്നു 1991 മെയ് 3 കാർലോയുടെ ജനനം. കാർലോയുടെ ജനനത്തിന് ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ് കുടുംബം മിലാനിലേക്ക് താമസം മാറ്റിയത്. വിശ്വാസികളായ കത്തോലിക്കരായിരുന്നില്ല അന്റോണിയയും ആൻഡ്രിയയും. വിവാഹത്തിന് മുൻപ് വളരെ കുറച്ചു തവണയും വിവാഹശേഷം അപൂർവമായും മാത്രം ദേവാലയത്തിൽ പോകാറുണ്ടായിരുന്ന ദമ്പതികളായിരുന്നിട്ടും കാർലോ ചെറുപ്പം മുതൽക്കേ ദൈവത്തിന്റെ പ്രത്യേക തെരഞ്ഞെടുപ്പിനാൽ ആത്മീയ കാര്യങ്ങളിൽ ആഭിമുഖ്യമുള്ളവനായിരുന്നു. പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ച നാൾ മുതൽ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും ജപമാല ചൊല്ലുന്നതും കാർലോയുടെ പതിവായിരുന്നു. പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിന് കാർലോ മാതാപിതാക്കളെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. പീഡിതരോടും ദരിദ്രരോടും അനുകമ്പാർദ്രമായ ഹൃദയമായിരുന്നു കാർലോയ്ക്ക് ഉണ്ടായിരുന്നത്. തനിക്കാകുന്നത് പോലെ എല്ലാവരെയും സഹായിക്കാനും അവൻ തയ്യാറായിരുന്നു. മകന്റെ വിശ്വാസ ജീവിതമാണ് മാതാപിതാക്കളെ, അതിൽ തന്നെ പ്രത്യേകിച്ച് അമ്മയെ, കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെടാൻ സഹായിച്ചത്. ദൈവശാസ്ത്രപരമായ മകന്റെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് വേണ്ടി മാത്രം ദൈവശാസ്ത്ര കോഴ്സിൽ ചേരാൻ പോലും അന്റോണിയോ തയ്യാറായി. ആത്മീയ കാര്യങ്ങളിൽ മാത്രമല്ല, വീഡിയോ ഗെയിമുകളിലും കാർലോയ്ക്ക് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ സമയം അതിൽ ചെലവഴിക്കാതെ ആഴ്ചയിൽ 1 മണിക്കൂർ മാത്രമായി അത് പരിമിതപ്പെടുത്തുന്നതിലും കാർലോ ശ്രദ്ധിച്ചിരുന്നു. കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്ങും സ്വന്തമായി പഠിച്ച കാർലോ ലോകമെമ്പാടുമുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് അക്കാലത്ത്, അതും 15 വയസ്സിനുള്ളിൽ, ഒരു വെബ്സൈറ്റ് നിർമ്മിച്ചു. കച്ചേരികൾക്ക് മുൻപിലും ഫുട്ബോൾ മത്സരത്തിന് മുൻപിലും ഉള്ളതുപോലെയുള്ള ക്യൂ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ കാണുന്നില്ലല്ലോ എന്നതായിരുന്നു മകന്റെ സങ്കടമെന്ന് അന്റോണിയോ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയൊരു പനിയിൽ തുടങ്ങി അത് രക്താർബുദമായി തിരിച്ചറിഞ്ഞ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ ജീവിതമായിരുന്നു കാർലോയുടേത്. 2006 ഒക്ടോബർ 12 സെറിബ്രൽ ഹെമറേജിനെ തുടർന്ന് കോമയിൽ കഴിയവേ സ്വർഗീയ മാലാഖമാർ തങ്ങളുടെ ചിറകുകളിൽ വഹിച്ച് കാർലോയുടെ ആത്മാവിനെ കൊണ്ടുപോകുമ്പോൾ ഭൂമിയിൽ അവന് 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ടെനൻഗോ ഗ്രാമത്തിലെ ഒരു സെമിത്തേരിയിലാണ് കാർലോയെ ആദ്യം അടക്കം ചെയ്തിരുന്നത് എങ്കിലും പിൽക്കാലത്ത് അസീസിയിലേക്ക് ഭൗതികദേഹം മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടുള്ള കാർലോയുടെ ഭക്തി തന്നെയായിരുന്നു അതിന് കാരണം. ആശുപത്രിയിൽ കൊണ്ടുപോകും വഴി കാർലോ തങ്ങളോട് ഇപ്രകാരം പറഞ്ഞിരുന്നതായി അന്റോണിയോ വെളിപ്പെടുത്തി: താൻ ജീവനോടെ ആശുപത്രിയിൽ നിന്ന് പുറത്തു വരില്ല എന്ന്.
രോഗാവസ്ഥയിൽ ഉടനീളവും മകന്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞിരുന്നില്ല എന്നും അമ്മ അനുസ്മരിക്കുന്നു. എന്നേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുകയും വേദന അനുഭവിക്കുകയും ചെയ്യുന്നവരുണ്ടല്ലോ എന്നായിരുന്നു അപ്പോഴെല്ലാം കാർലോയുടെ നിലപാട്. 2020 തുടക്കത്തിൽ പാൻക്രിയാസുമായി ബന്ധപ്പെട്ട് അതിസങ്കീർണമായ രോഗാവസ്ഥയിലൂടെ കടന്നുപോയ ഒരു ബ്രസീലിയൻ ആൺകുട്ടിക്കുണ്ടായ രോഗസൗഖ്യം കാർലോയെ വാഴ്ത്തപ്പെട്ടവനായും 2024 ഒരു കോസ്റ്റാറിക്കൻ യുവതിക്ക് അപകടത്തെ തുടർന്നുണ്ടായ ഗുരുതരമായ രോഗാവസ്ഥയ്ക്ക് ലഭിച്ച സൗഖ്യവും കാർലോയെ വിശുദ്ധനായും പ്രഖ്യാപിക്കുന്നതിന് വഴിയൊരുക്കി. അകാലത്തിൽ നഷ്ടമായ തങ്ങളുടെ പൊന്നോമനകളെ ഓർത്ത് കണ്ണീരൊഴുകി കഴിയുന്ന നിരവധി മാതാപിതാക്കൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട്. അവരോടായി അന്റോണിയോ സൽസാന പറയുന്ന വാക്കുകൾ ഏറെ പ്രസക്തമാണ്. അന്റോണിയോയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: അവർ ഭയപ്പെടേണ്ടതില്ല, കാരണം അവരുടെ കുട്ടി ദൈവത്തോടൊപ്പമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും ആഴത്തിൽ കരുതുന്നു, കാരണം അവിടുന്ന് നമ്മുടെ സൃഷ്ടാവാണ്. 15-ാം വയസ്സിൽ മകനെ നഷ്ടമായ അന്റോണിയോ സൽസാന എന്ന അമ്മയുടെ വാക്കുകൾ മക്കളെ നഷ്ടമായ വേദനയിൽ കഴിയുന്ന മാതാപിതാക്കൾക്ക് പ്രത്യാശയായി മാറട്ടെ. അവരെ വിശുദ്ധ കാർലോ ആശ്വസിപ്പിക്കട്ടെ. വിശുദ്ധ കാർലോയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.